നമ്മൾ ഇന്ന് ഈ ഒരു വീഡിയോയിലൂടെ നോക്കാൻ പോകുന്നത് വരാൻ പോകുന്ന രാമായണ സിനിമയെ പറ്റിയാണ്. നമുക്ക് എല്ലാവർക്കും അറിയാം, കഴിഞ്ഞ ആഴ്ച ഈ ഒരു സിനിമയുടെ ഒരു അനൗൺസ്മെന്റ് ടീസർ പുറത്തുവിട്ടു. ഈ ഒരു ടീസറിന് സൗത്ത് ഇന്ത്യയിൽ നല്ലൊരു പോസിറ്റീവ് റെസ്പോൺസ് ആയിരുന്നു. എന്നാൽ നോർത്തിൽ ചില ആളുകൾക്കിടയിൽ ഈ ഒരു സിനിമയ്ക്ക് നല്ലൊരു ഹെയ്റ്റും ഉണ്ട്. ഇതിന് പല കാരണങ്ങളാണ് ഓരോ ബംഗാളിയും പറയുന്നത്. ഇവർ പറയുന്നത് എന്തെങ്കിലും കാര്യമുണ്ടോ എന്നുള്ളത് ഉറപ്പായി താഴെ കമന്റ് ചെയ്യുക. ആദ്യത്തെ കാര്യം സിനിമയുടെ കാസ്റ്റിംഗ് ആണ്. അടുത്ത കാലത്ത് ഈ ഒരു സിനിമയുടെ ഒരു ലൊക്കേഷൻ സ്റ്റില്ല് ലീക്കായി. ഇതാണ് ആ ഒരു ഫോട്ടോ. ഇത് കണ്ടപ്പോൾ മുതൽ പല ബംഗാളികളും പറയുന്നു രാമൻ ക്യാരക്ടറിന് രൺബീർ കപൂർ അത്ര മാച്ചല്ല, രൺബീർ കപൂറിന് പകരം ഹൃതിക് റോഷൻ നല്ലൊരു മാച്ചിങ് ആയിരിക്കുമെന്ന്. നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഈ രണ്ട് നടന്മാരും നല്ല സ്റ്റാർ വാല്യൂ ഉള്ള ബോളിവുഡിലെ വലിയ സ്റ്റാർസ് ആണ്. ഹൃതിക് റോഷന്റെ കാര്യം നോക്കിയാൽ കഹോന പ്യാർ കെ എന്ന ഒരു സിനിമ കൊണ്ട് തന്നെ ബോളിവുഡിലെ സൂപ്പർ സ്റ്റാർ ആയ വ്യക്തിയാണ്. പിറ്റേ വർഷം ബോളിവുഡിലെ തന്നെ ഐക്കോണിക് സിനിമയായ കബി ഖുഷി കബി ഗം പുറത്തിറങ്ങി. ഈ ഒരു സിനിമ ആ വർഷത്തെ തന്നെ വലിയൊരു വിജയമായിരുന്നു. ഈ ഒരു സിനിമ ഹൃതിക് റോഷന്റെ സ്റ്റാർഡം അല്പം കൂടി ഉറപ്പിച്ചു. ഹൃതിക് റോഷന്റെ അച്ഛനായ രാകേഷ് റോഷൻ വലിയൊരു ഡയറക്ടറാണ്. ചെറുപ്പം മുതലേ ഹൃതിക് റോഷനെ ഇദ്ദേഹത്തിന്റെ പല സിനിമകളിലും കൊണ്ടുവന്നിട്ടുണ്ട്. ആദ്യം നായകനായി വന്ന് കഹോന പ്യാർ കെ ഡയറക്ട് ചെയ്തത് രാകേഷ് റോഷനായിരുന്നു. ഈ ഒരു സിനിമ ഇറങ്ങിയപ്പോൾ ഹൃതിക് റോഷന്റെ അച്ഛന്റെ അടുത്തേക്ക് കുറച്ച് ഡോണുകൾ വന്നു. അന്ന് ബോളിവുഡിൽ വലിയ ഡോണുകളുടെ ശല്യമുണ്ടായിരുന്നു. അങ്ങനെ ഡോണുകൾ വന്ന് ഹൃതിക് റോഷന്റെ അച്ഛനോട് പറഞ്ഞു, കഹോന പ്യാർ കെ ഇതിൽ നിന്ന് കിട്ടിയ പൈസ അത് ഇങ്ങ് തന്നേട്ടെ. ഹൃതിക് റോഷന്റെ അച്ഛൻ തരില്ല എന്ന് പറഞ്ഞു. അപ്പോൾ തന്നെ ഡോണുകൾ താടാന്ന് പറഞ്ഞു വെടിവെച്ചു. ഹൃതിക് റോഷന്റെ അച്ഛൻ ഹോസ്പിറ്റലിലായി. അങ്ങനെ സർജറി ചെയ്യുമ്പോൾ ഹൃതിക് റോഷന്റെ അച്ഛന്റെ ഹാർട്ടിൽ 6 ബ്ലോക്കുകൾ ഉണ്ടായിരുന്നുവെന്ന് ഡോക്ടേഴ്സ് കണ്ടുപിടി. ഇത് കണ്ടുപിടിച്ചില്ലായിരുന്നെങ്കിൽ ഹൃതിക് റോഷന്റെ അച്ഛൻ 2 വർഷത്തിനുള്ളിൽ മരണപ്പെട്ടാനെന്ന് ഡോക്ടേഴ്സ് പറയുന്നു. വെടിവെച്ചത് ഒരു ഭീകര സംഭവമാണെങ്കിൽ ഇതുകൊണ്ട് ഹൃതിക് റോഷന്റെ അച്ഛന് ഒരു ഗുണവും ഉണ്ടായി. ഇതുകൊണ്ട് ഇദ്ദേഹം ഇന്നും ജീവിച്ചിരിക്കുന്നു. അങ്ങനെ വലിയൊരു സംഭവമായപ്പോൾ പോലീസ് കേസായി, ഡോണുകളെല്ലാം പോയി. പിന്നീട് ഹൃതിക് റോഷൻ വീണ്ടും സിനിമയിൽ പോയി. പക്ഷെ ആ പടങ്ങൾ ഫ്ലോപ്പായി. അപ്പോഴാണ് ഹൃതിക് റോഷന്റെ അച്ഛൻ ഡോണുകൾ വെടിവെച്ച വാശിക്ക് വീണ്ടും തിരിച്ചു വന്നു കഹോന പ്യാർ കെയേക്കാൾ വലിയൊരു സിനിമ എടുക്കുന്നത്. ആ ഒരു സിനിമയാണ് കോയി മിൽ ഗയ. ഇന്ത്യയിലെ തന്നെ മികച്ചൊരു സയൻസ് ഫിക്ഷൻ സിനിമ. ഹൃതിക് റോഷന്റെ ആക്ടിങ് കൂടിയായപ്പോൾ സിനിമ ഇന്ത്യയിലെ തന്നെ ആ വർഷം വലിയൊരു വിജയം നേടി. ഈ ഒരു സിനിമയിലെ പെർഫോമൻസ് കൊണ്ട് ഹൃതിക് റോഷൻ ഖാൻമാരോടൊപ്പം എത്തി. ഈ ഒരു സിനിമയിൽ രാകേഷ് റോഷനും ഉണ്ടായിരുന്നു. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ എന്നറിയില്ല, ഈ ഒരു ക്യാരക്ടറിന്റെ ഫാദർ റോളായിരുന്നു രാകേഷ് റോഷൻ ചെയ്തത്. കൃഷ് സീരീസിൽ വളരെ മികച്ച മ്യൂസിക്കാണ്. ഈ ഒരു സിനിമയുടെ മ്യൂസിക് ഡയറക്ടർ രാകേഷ് റോഷന്റെ അനിയനായ രാജേഷ് റോഷനായിരുന്നു. പിന്നീട് 2006 ധൂം 2 എന്ന സിനിമയിൽ കോയി മിൽ ഗയയുടെ സെക്കൻഡ് പാർട്ടായ കൃഷ് എന്ന സിനിമയും പുറത്തിറങ്ങി. 2 സിനിമയും വളരെ വലിയൊരു വിജയം നേടി. ധൂം 2 എന്ന സിനിമ 150 കോടിക്ക് മേലെ കളക്ഷൻ നേടി. ആ വർഷം ബോളിവുഡിന്റെ ഏറ്റവും കൂടുതൽ കളക്ഷൻ കിട്ടിയ ഒന്നാമത്തെ സിനിമയും കൃഷ് എന്ന സിനിമ 120 കോടിക്ക് മേലെ കളക്ഷൻ നേടി നമ്പർ 2 സിനിമയുമായി. ഇതിന്റെ ഇടയിൽ ഹൃതിക് റോഷൻ വേൾഡ് ഹാൻസം മാനുമായി. ഇങ്ങനെയെല്ലാം ഹൃതിക് റോഷൻ ആ ഒരു ടൈമിൽ ഖാൻമാരെക്കാൾ മേലെ നിന്നു. ഷാരൂഖ് ഖാൻ, സൽമാൻ ഖാൻ, അമീർ ഖാൻ ഇവർ 3 പേരും കഴിഞ്ഞാൽ പെർമനന്റായി ഹൃതിക് റോഷനായി. പിന്നീട് 2012 അഗ്നിബാധ എന്ന സിനിമ 200 കോടി കളക്ഷൻ നേടി. പിന്നീട് 2013 കൃഷ് 3 വന്നു. ആദ്യ സിനിമകളെ വെച്ച് നോക്കുമ്പോൾ കൃഷ് 3 അത്ര ബെറ്റർ അല്ല എങ്കിലും 400 കോടിക്കടുത്ത് കളക്ഷൻ നേടി. അങ്ങനെ ചുരുക്കം ചില സിനിമകൾ കൊണ്ട് ഹൃതിക് റോഷൻ വലിയൊരു സ്റ്റാറായി. ഇതിന്റെ മെയിൻ കാരണം ആക്ടിങ്, ലുക്ക്, ഡാൻസ്, ബോഡി ഇതെല്ലാം കൊണ്ട് ഹൃതിക് റോഷൻ ഒരു ഓൾ ഇൻ വൺ പാക്കേജാണ്. ഇങ്ങനെ സംഭവിക്കുന്നത് വളരെ റയറാണ്. പല നടന്മാരും ആദ്യ സിനിമയിൽ അത്ര മികച്ച പെർഫോമൻസ് ആയിരിക്കില്ല, പതുക്കെയാണ് കയറി വരിക. എന്നാൽ ഹൃതിക് റോഷൻ തന്റെ പെർഫോമൻസ് കൊണ്ട് ആദ്യ സിനിമ ഇൻഡസ്ട്രി ഹിറ്റ് അടിപ്പിച്ചു. അങ്ങനെയെല്ലാം വെച്ച് നോക്കുമ്പോൾ ഹൃതിക് റോഷനാണോ രൺബീർ കപൂർ ആണോ ബെറ്റർ എന്ന് ചോദിച്ചാൽ നമുക്ക് എല്ലാവർക്കും അറിയാം, പെർഫോമൻസ് കൊണ്ടും ലുക്ക് കൊണ്ടും ഹൃതിക് റോഷൻ ബെറ്റർ ആയിരിക്കും. പക്ഷെ ഒരു പ്രശ്നമുണ്ട്, ഹൃതിക് റോഷൻ കരിയറിൽ വലിയൊരു ബ്രേക്ക് എടുത്തു. വാർ സിനിമ ഒഴികെ ബാക്കിയെല്ലാം വലിയൊരു വിജയം നേടി. പക്ഷെ രൺബീർ കപൂറിന്റെ കാര്യം നോക്കിയാൽ നമുക്ക് എല്ലാവർക്കും അറിയാം, രൺബീർ കപൂർ അത്യാവശ്യം മികച്ചൊരു നടനാണ്. മാത്രവുമല്ല, അനിമൽ എന്ന സിനിമയിലൂടെ ബോളിവുഡിൽ നിലവിൽ യങ് നടന്മാരിൽ ഏറ്റവും മാർക്കറ്റിംഗ് രൺബീർ കപൂറിനാണ്. ഈ ഒരു സിനിമ ഇന്ത്യയിലെ തന്നെ ഏറ്റവും വലിയ ബഡ്ജറ്റിൽ വരുന്ന സിനിമയാണ്. ഇത്രയും വലിയൊരു ബഡ്ജറ്റിൽ വരുമ്പോൾ സിനിമയ്ക്ക് നല്ല മാർക്കറ്റിംഗും വേണം. 1600 കോടിയാണ് ഈ 2 സിനിമയുടെയും ബഡ്ജറ്റ്. ഒരുപക്ഷെ ഹൃതിക് റോഷൻ നിലവിൽ പീക്ക് ലെവലിൽ നിൽക്കുകയായിരുന്നെങ്കിൽ ഒരുപക്ഷെ ഹൃതിക് റോഷനെ നോക്കിയാൽ ഹൃതിക് റോഷന്റെ വാർ 2 സിനിമ വരുന്നു, പോലീസ് സിനിമയുമായി ക്ലാഷ് ആണ്. ഇതുപോലെ തന്നെ കൃഷ് 4 വരുന്നു. പിന്നെ നോർത്ത് പറയുന്ന മറ്റൊരു പേരാണ് രാം ചരൺ. രാജമൗലിയുടെ RRR സിനിമയിൽ രാമനിൽ നിന്ന് ഇൻസ്പയർ ആയി രാം ചരന്റെ ചെറിയൊരു സീനുണ്ട്, വളരെ മികച്ചതായിരുന്നു. നമ്മൾ നോക്കിയാൽ രാം ചരനും സ്യൂട്ടാവും. RRR സിനിമ കഴിഞ്ഞ് രാം ചരനും KGF കഴിഞ്ഞ് യഷും നേരെ ഈ ഒരു സിനിമയിലേക്ക് പോകുന്നെങ്കിൽ ഒരുപക്ഷെ അത് ഓക്കെ.
പക്ഷെ ഗെയിം ചേഞ്ചർ എന്ന ഈ ഒരു സിനിമയിൽ അഭിനയിച്ചിട്ടാണ് പോയതെങ്കിൽ പിന്നെ തീരുമാനമായി. എന്തൊക്കെയായാലും മാർക്കറ്റിംഗ് വെച്ച് നോക്കിയാൽ നിലവിലെ ബെസ്റ്റ് ചോയ്സ് അത് രൺബീർ കപൂർ തന്നെയാണ്. അടുത്തത് സിനിമയുടെ മ്യൂസിക്കാണ്. നമുക്കറിയാം AR റഹ്മാനും ഇന്റർസ്റ്റെല്ലാറിന്റെ എല്ലാം മ്യൂസിക് ഡയറക്ടറായ വേൾഡ് ഫേമസ് ഹാൻസ് സിമ്മറും ചേർന്ന് രാമായണ സിനിമയുടെ മ്യൂസിക് ചെയ്യുന്നത്. ബംഗാളികൾ പറയുന്നത് എന്താണെന്നാൽ AR റഹ്മാൻ നിലവിൽ അല്പം ഡൗൺ ആണ്. മാത്രവുമല്ല എപ്പിക് BGM ചെയ്ത് AR റഹ്മാൻ എക്സ്പീരിയൻസ് ഇല്ല. കീരവാണി ആയിരുന്നെങ്കിൽ വളരെ മികച്ചതായിരുന്നു. നമ്മൾ രണ്ടുപേരെയും നോക്കിയാൽ രണ്ടുപേരും ലിജൻഡറി ആയിട്ടുള്ള മികച്ച മ്യൂസിക് ഡയറക്ടേഴ്സാണ്. മാത്രവുമല്ല രണ്ടുപേരും ഓസ്കാർ വിന്നേഴ്സാണ്. എപ്പിക് BGMന്റെ കാര്യം നോക്കിയാൽ ശരിയാണ്, MM കീരവാണിക്ക് പണ്ട് മുതലേ നല്ല എക്സ്പീരിയൻസ് ഉണ്ട്. ഇതിൽ പ്രത്യേക കഴിവുമുണ്ട്. വേൾഡ് ഫേമസ് ഡയറക്ടറായ ജെയിംസ് കാമറോൺ വരെ കീരവാണിയുടെ മ്യൂസിക്കിനെ നേരിട്ട് കണ്ട് അപ്രിഷിയേറ്റ് ചെയ്തിട്ടുണ്ട്. വളരെ മാസ് BGM തന്നെയാണ്. പക്ഷെ നമ്മുടെ AR റഹ്മാന്റെ കാര്യം നോക്കിയാൽ വളരെ മികച്ച ഫീൽ തരുന്ന ഒരുപാട് മ്യൂസിക് ആദ്യകാലങ്ങളിൽ AR റഹ്മാനും ചെയ്തിട്ടുണ്ട്. നിലവിലെ കാര്യം നോക്കിയാൽ AR റഹ്മാന്റെ മ്യൂസിക്കിന് യാതൊരു കുഴപ്പവുമില്ല. മ്യൂസിക് പഴയതുപോലെ ട്രെൻഡിങ് ആവുന്നില്ല എന്നേ ഉള്ളൂ. ഇത് യഥാർത്ഥത്തിൽ മ്യൂസിക്കിന്റെ കുഴപ്പമല്ല. പല സിനിമകളും ഫ്ലോപ്പായിരുന്നു. ബിഗ് ബഡ്ജറ്റ് സിനിമകളിൽ തമിഴന്മാർ മെയിനായി മാസ് BGM ആണ് ഫോക്കസ് ചെയ്യുന്നത്. AR റഹ്മാന്റെ മെയിൻ സോങ് നല്ല റൊമാൻറ്റിക് പാട്ടുകളും ക്ലാസ് മ്യൂസിക്കുമാണ്. തമിഴിലെ ഭൂരിഭാഗം മാസ് മസാല സിനിമകളും അനിരുദ്ധാണ് മ്യൂസിക് ചെയ്യുന്നത്. ബിഗിൽ സിനിമയ്ക്ക് വേണ്ടി AR റഹ്മാൻ ചെയ്തിരുന്നു. നമുക്ക് എല്ലാവർക്കും അറിയാം മാസ് മസാല മ്യൂസിക്കുകൾ ഇങ്ങനെയുള്ള വാർ സിനിമകളിൽ മെച്ചാവും. ക്ലാസും മാസും മിക്സായ അങ്ങനെയുള്ള ഒരു മ്യൂസിക്കാണ് വേണ്ടത്. ഇതിന് ഇന്ത്യയിൽ ഏറ്റവും ബെസ്റ്റ് ഓപ്ഷനാണ് കീരവാണിയും AR റഹ്മാൻ. നമ്മുടെ ഇന്ത്യൻ സിനിമയുടെ ഈ ഒരു ക്ലൈമാക്സ് മ്യൂസിക് നോക്കിയാൽ ഹോളിവുഡ് ലെവലിലാണ് AR റഹ്മാൻ അന്ന് ചെയ്തത്. അത് പണ്ടത്തെ കാര്യമാണ്. എന്നാൽ നിലവിലെ കാര്യം നോക്കിയാൽ നോർത്തിലെ ആളുകൾ പറയുന്നത് പോലെയല്ല. ലേറ്റസ്റ്റ് പുറത്തിറങ്ങിയ ചാവ എന്ന സിനിമയ്ക്ക് മ്യൂസിക് ചെയ്തത് AR റഹ്മാനായിരുന്നു. വളരെ മികച്ചതായിരുന്നു. ഈ ഒരു സിനിമ വലിയൊരു വിജയം നേടി. 800 കോടിക്ക് മേലെ കളിക്കുന്നത്. ഇതുപോലെ PS1 PS2 അല്ല AR റഹ്മാൻ തന്നെയായിരുന്നു മ്യൂസിക്. എപ്പിക് വാർ സിനിമകൾ ചെയ്ത് AR റഹ്മാനും എക്സ്പീരിയൻസ് ഉണ്ട്. മാത്രവുമല്ല കൂടെ ഉള്ളത് ഹോളിവുഡ് മ്യൂസിക് ഡയറക്ടറായ ഹാൻസ് സിമ്മറാണ്. രണ്ടുപേരും ചേരുമ്പോൾ വളരെ മികച്ച മ്യൂസിക് ആയിരിക്കും. നിലവിൽ ഇവർ രണ്ടുപേരും ചെയ്ത് ഇൻട്രോ മ്യൂസിക് പുറത്തുവിട്ടിരുന്നു. ഈ ഒരു മ്യൂസിക് തന്നെ വളരെ മികച്ചതാണ്. അപ്പോൾ നമ്മൾ സിനിമയുടെ കാര്യം പറയേ വേണം. രാമായണ സിനിമയുടെ ഹൈപ്പിന് പല കാരണങ്ങളും. സിനിമയുടെ ഡയറക്ടർ ഇന്ത്യയിലെ തന്നെ ഏറ്റവും കൂടുതൽ കളക്ഷൻ കിട്ടിയ ദങ്കൻ സിനിമയുടെ ഡയറക്ടറായ നിതേഷ് തിവാരി. രാവണനായി വരുന്നത് യക്ഷ്. മ്യൂസിക് ചെയ്യുന്നത് ഹാൻസ് സിമ്മറും AR റഹ്മാൻ. പക്ഷെ മറ്റൊരാൾ കൂടിയുണ്ട്. ആളെ പറ്റി ആരും അങ്ങനെ പറയുന്നില്ല. പലർക്കും ഇത് അറിയില്ല. സിനിമയുടെ ആക്ഷൻ കോറിയോഗ്രാഫർ ഹോളിവുഡിലെ ഫേമസ് കോറിയോഗ്രാഫറായ ഗായ് നോറീസ് ആണ്. ഇദ്ദേഹമായിരുന്നു മാഡ് മാക്സ് സിനിമയിലടക്കം സ്റ്റണ്ട് ഡയറക്ടിങ് ചെയ്തത്. മാഡ് മാക്സ് സിനിമയുടെ ആക്ഷൻ വളരെ ത്രില്ലിംഗ് ആയ പിടിച്ചിരുത്തുന്ന ഒന്നാണ്. അപ്പോൾ രാമായണ സിനിമയിലെ ആക്ഷൻ സീനുകൾ വളരെ മികച്ചതായിരിക്കും. ഇവരെല്ലാവരും ചേരുമ്പോൾ നല്ലൊരു ഔട്ട്പുട്ട് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം.